വിഴിഞ്ഞം തുറമുഖ ബഹുരാഷ്ട്ര കുത്തക കപ്പൽ കമ്പനിയുടെ കൂറ്റൻ വിദേശ നിക്ഷേപം. അദാനി കമ്പനിയുടെ 49 ഓഹരി MSC സ്വന്തമാക്കും. ആകെ ഇടപാട് മൂല്യം $2.85 ബില്യൺ ആണ്. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖറാണ് ചേരുന്നത്. ചന്തു, MSC എന്ന് പറഞ്ഞാൽ വലിയ വമ്പനാണ്. അവരാണിപ്പോൾ അദാനി പോർട്സുമായി കൈകോർക്കുന്നത്, പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖത്ത്. എന്താണ് അതിന്റെ മറ്റു വിശദാംശങ്ങൾ? സ്വാതി, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന MSC ലോകത്തെ തന്നെ ഏറ്റവും വലിയ മദർഷിപ്പുകളുടെ ഒരു കമ്പനിയാണ്. അവരാണ് ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് അവരുടെ ഓഹരി പങ്കാളിത്തം എത്തുന്നത്. അവർ അദാനി പോർട്ടുമായി കൈകോർക്കുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഓഹരി നിക്ഷേപം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടതുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിൽ നേരത്തെ തുറമുഖം സാധ്യമാകുന്ന സമയത്തൊക്കെ ആദ്യം മുതൽ MSC വിഴിഞ്ഞം തുറമുഖവുമായി സഹകരിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും കൂറ്റൻ കപ്പലുകളടക്കം വിഴിഞ്ഞത്തെത്തിയിരുന്നു. ഇപ്പോൾ അവർ ഒരു ദീർഘകാല കരാറിലാണ് അദാനി പോർട്ടുമായി ഏർപ്പെട്ടിരിക്കുന്നത്. MSCയുടെ തന്നെ ടെർമിനൽ വിഭാഗമായ TIL, അതായത് ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് എന്നതാണ് അതിൻ്റെ മുഴുവൻ പേര്. ഈ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് ആണ് ഈ വിഴിഞ്ഞം പോർട്ടിലേക്ക് ഇപ്പോൾ വിദേശ നിക്ഷേപവുമായി എത്തുന്നത്. 49% ഓഹരി അദാനി പോർട്ടിന്റെ 49% ഓഹരികൾ ഈ TIL ഏറ്റെടുക്കും. അത് ഏകദേശം $2.85 ബില്യൺ ആണ്. പ്രധാനമായും ഈ ഒരു കരാറിൽ കൂടി ഈ MSC ഉദ്ദേശിക്കുന്നത് നിലവിൽ 16 ലക്ഷം TEU ശേഷിയുള്ള തുറമുഖം വികസിപ്പിക്കുക, അതുവഴി 3.5 മടങ്ങ് വർദ്ധിപ്പിച്ച് 57 ലക്ഷം TEU ശേഷി വർദ്ധിപ്പിക്കുമെന്നാണ് ഈ വിദേശ നിക്ഷേപം സാധ്യമാകുന്നതോടുകൂടി വിഴിഞ്ഞത്തേക്കുണ്ടാകുന്ന വലിയ വികസനം. $2.85 ബില്യൺ എന്ന് പറയുമ്പോൾ അത് 27,000 കോടി രൂപയാണ് അതിൻ്റെ മൂല്യം. അത് തന്നെ ഏറ്റവും വലിയ നിക്ഷേപം എന്ന രീതിക്ക് കാണേണ്ടതുണ്ട്. പ്രധാനമായും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചരക്കു നീക്കത്തിന്റെ സ്ഥിരത വർദ്ധിപ്പിക്കാൻ ഈ ഒരു കരാറിൽ കൂടി സാധിക്കുമെന്നാണ് MSC കരുതുന്നത്. നേരത്തെ തന്നെ ഈ ഇന്ത്യയിലെ വലിയ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഉള്ള സഹകരണം MSC അദാനി പോർട്ടുമായി നടത്തിയിരുന്നു. അതിനുശേഷം വിഴിഞ്ഞത്തേക്ക് എത്തുമ്പോൾ ഏറ്റവും വലിയ ഒരു വിദേശ നിക്ഷേപ സാധ്യത അതാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് ഉണ്ടാകുന്നത്. MSCയുമായി ഇത്തരത്തിൽ വിഴിഞ്ഞം പോർട്ട് അദാനി പോർട്ട് കൈകോർക്കുമ്പോൾ 49% ഓഹരികൾ അവിടേക്ക് പോകുമ്പോൾ വലിയ നിക്ഷേപമാണ് വിഴിഞ്ഞത്തേക്ക് എത്തിക്കുന്നത്. ദീർഘകാല കരാർ എന്നതിലേക്ക് നോക്കുമ്പോൾ പ്രധാനമായും തുറമുഖത്തിന്റെ വികസനം, അനുബന്ധ വികസനമെല്ലാം ഇതിൽ വരും. ഏറ്റവും വലിയ കപ്പലുകൾ ഇവിടേക്ക് അടുക്കുന്ന സാഹചര്യമുണ്ട്. തുറമുഖത്തിന്റെ സ്വാഭാവികമായ ഒരു സവിശേഷ രീതി കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഏറ്റവും വലിയ വിദേശ നിക്ഷേപവുമായി ഇപ്പോൾ MSC തന്നെ വിഴിഞ്ഞത്തേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ അന്തിമഘട്ട വികസന പരിപാടികളിലേക്കൊക്കെ നീങ്ങുകയാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ MSC തന്നെ, ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSC തന്നെ അവരുടെ ടെക്നിക്കൽ വിഭാഗവുമായി ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു വലിയ നിക്ഷേപം വിഴിഞ്ഞത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. സ്വാതി. ചന്തു, ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ MSC ഇപ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിൽ മൂന്നാമതാണ് ഒരു തുറമുഖവുമായി നേരിട്ട് ബന്ധപ്പെടുകയും അവരുടെ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ അദാനിയുമായി ചേർന്ന് നടത്താൻ തീരുമാനിക്കുന്നതും. അതിൽ ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വാഭാവികമായും വലിയ ആഴമുള്ള ഒരു കടലാണ്. അതുകൊണ്ട് തന്നെ വലിയ ചരക്ക് കപ്പലയൊക്കെ വഹിക്കാൻ ശേഷിയുള്ള തുറമുഖം കൂടിയാണ്. അപ്പോൾ എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുക കൂടി ചെയ്യുകയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്നത്, നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തിൽ ഒരുപാട് കണ്ടതാണ് വലിയ വലിയ ചരക്ക് കപ്പലൊക്കെ വരുന്നത്. അപ്പോൾ MSC കൂടി ഈ വിഴിഞ്ഞം തുറമുഖവുമായി സഹകരിക്കുന്ന ഒരു നിലയിലേക്ക് വരുമ്പോൾ അത് കേരളത്തെ സംബന്ധിച്ച് എത്രമാത്രം വലിയ നേട്ടമായിരിക്കും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്? സ്വാതി, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ 2ാം ഘട്ടം മുതൽ അവസാനഘട്ട വികസന പരിപാടികളാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കരാറിൽ ഏർപ്പെടുന്നതോടുകൂടി ഇപ്പോൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട വികസന നേട്ടങ്ങൾ ഇതൊക്കെയാണ്. അതായത് അധിക ചരക്ക് നീക്കം, അത് കൂടുതൽ വളർച്ച വേഗത്തിൽ കൈവരിക്കാൻ സാധിക്കുമെന്നതാണ് പ്രധാന നേട്ടമായി അവർ പറയുന്നത്. മാത്രമല്ല, തെക്കുകിഴക്കൻ ഏഷ്യൻ ട്രാൻസ്ഷിപ്പ് ഹബ്ബുകളെ ആശ്രയിക്കുന്ന ബംഗ്ലാദേശ് ചരക്കുകളിൽ കൂടുതൽ പങ്കാളിത്തം ഇതുവഴി ഉണ്ടാക്കാൻ കഴിയും. മാത്രമല്ല, കിഴക്കൻ ആഫ്രിക്കൻ വ്യാപാര പാതകളിൽ സാന്നിധ്യം ശക്തിപ്പെടുത്താൻ ഈ ഒരു കരാർ വരുന്നതോടുകൂടി സാധിക്കുമെന്നും കണക്കുകൂട്ടുന്നു. MSC ഗ്രൂപ്പിന്റെ ഭാഗമായ TIL ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ ടെർമിനൽ ഓപ്പറേറ്റർമാരിൽ ഒരാളാണ്. 5 ഭൂഖണ്ഡങ്ങളിലായി 100-ലധികം കണ്ടെയ്നർ ടെർമിനലുകൾ വർഷം തോറും ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. 70 ദശലക്ഷത്തിലടക്കം TEU ചരക്കു നീക്ക ശേഷിയും ഈ TIL-നുണ്ട്. അപ്പോൾ ആ ഒരു വലിയ തരത്തിലുള്ള ചരക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ആ നിരക്ക് വിഴിഞ്ഞം
വിഴിഞ്ഞത്തേക്ക് അവരുടെ സഹകരണം എത്തുമ്പോൾ ചരക്ക് നീക്കം വേഗത്തിൽ ആക്കാൻ കഴിയും. മാത്രമല്ല ചരക്ക് നീക്കത്തിന്റെ ആ ഒരു ശേഷി വർദ്ധിപ്പിക്കാൻ കഴിയും. നമ്മുടെ ഈ തുറമുഖം അതിന്റെ പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ കൂടുതൽ TEU ഇവിടെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ മദർഷിപ്പുകൾക്ക് ഒരേ സമയം തുറമുഖത്തേക്ക് എത്തുന്നതിന് സാധിക്കും. 5ഓളം മദർഷിപ്പുകളൊക്കെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുകയും അത് വലിയ രീതിയിൽ ചരക്കു നീക്കം അവിടെ ഉണ്ടാകുകയും ചെയ്താൽ അത് വിഴിഞ്ഞത്തെ മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ അതിന്റെ വികസനത്തിന് ആക്കം കൂട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അദാനി പോർട്സ് ഒരു നിർണായകമായ നീക്കം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്ക് നീക്കൽ നടത്തുന്ന കമ്പനിയായ MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ടെക്നിക്കൽ വിഭാഗവുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപങ്ങളിൽ ഒന്നാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വികസനമാണ് ഈ ഒരു കരാറിൽ കൂടി ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. സ്വാതി. എന്തായാലും MSC ആണ് അദാനിയുമായി കൈകോർക്കുന്നത്. വലിയ തരത്തിൽ വിദേശ നിക്ഷേപം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ചന്തു പറഞ്ഞതുപോലെ ഈ ബംഗ്ലാദേശി ചരക്ക് കപ്പലെയൊക്കെ ആകർഷിക്കാനുള്ള ശേഷിയുമുണ്ട്. അപ്പോൾ ഇത് ലോകത്തുള്ള മറ്റ് തുറമുഖങ്ങളുമായിട്ടുള്ള കണക്ടിവിറ്റി ഒക്കെ കൂട്ടാനുള്ള സാധ്യത കൂടി കൂടുതലാണ്. അപ്പോൾ ആ രീതിയിൽ ഒക്കെ നോക്കുകയാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖം ഈ തരത്തിൽ രണ്ടാം ഘട്ട പ്രവൃത്തികളൊക്കെ പുരോഗമിക്കുകയും MSCയുടെ ഒരു ഇടപെടൽ ഒക്കെ സഹകരണം കൂടി ഉണ്ടാകുന്നതോട് കൂടിയിട്ട് ലോകത്തുള്ള പല ഭാഗങ്ങളിലേക്കുമുള്ള ഈ നമ്മുടെ നാട്ടിന്റെ ഒരു ബന്ധം കൂടി കൂടുതലായി വ്യാപിപ്പിക്കാൻ അല്ലെങ്കിൽ ചരക്കു നീക്കം കൂടുതൽ സുഗമമാക്കാനുള്ള സാധ്യത കൂടുകയല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ചരക്കു നീക്കം വളരെ വേഗത്തിൽ കൈകാര്യം ചെയ്യുക എന്നത് തന്നെയാണ് ഈ ഒരു കരാറിൽ കൂടി ഉദ്ദേശിക്കുന്നത്. വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വാഭാവികമായ ആഴമുണ്ട്. മാത്രമല്ല ഈ അന്തർദേശീയ കപ്പൽ ചാലുമായി ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. നേരത്തെ ശ്രീലങ്കയെയും ചൈനയും ഒക്കെ ആശ്രയിച്ചിരുന്ന അല്ലെങ്കിൽ സിംഗപ്പൂരിനെയും ഒക്കെ ആശ്രയിച്ചിരുന്ന കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതിനകം തന്നെ വിഴിഞ്ഞം തുറമുഖം പല കാര്യങ്ങളിലും ചരക്ക് നീക്കം അടക്കം വലിയ കപ്പലുകൾ ഇവിടെ എത്തുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും വലിയ റെക്കോർഡുകൾ ഇതിനകം തന്നെ വിഴിഞ്ഞത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യത ഈ അന്തർദേശീയ കപ്പൽ നിർമ്മാണ കമ്പനികൾക്കും ചരക്ക് കൈകാര്യം ചെയ്യുന്ന ഈ കമ്പനികൾക്കുമൊക്കെ ബോധ്യപ്പെടുന്നു എന്നതാണ് അതിൻ്റെ ഒരു കാര്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി തന്നെയാണ് ഇത്തരത്തിൽ 49% ഓഹരി അദാനി പോർട്ടുമായി കൈകോർത്തുകൊണ്ട് വിഴിഞ്ഞത്തേക്ക് എത്തിക്കാൻ അവർ ശ്രമിക്കുന്നത്. എല്ലാം നിയമാനുസൃതമായി അതായത് നിക്ഷേപം നിയമാനുസൃത അനുമതികൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായി നടത്തുമെന്നാണ് ഇപ്പോൾ ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദാനി പോർട്ട് തന്നെ വ്യക്തമാക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു വികസനം ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് അദാനി പോർട്ടും പങ്കുവയ്ക്കുന്നുണ്ട്. സ്വാതി.